ഹലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി മാംഗോ പുഡിംഗ് ആട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് മാംഗോ പുഡിംഗ് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. നല്ല ഈ ഒരു ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ഐറ്റം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ സീസണൊക്കെ കഴിയാനായില്ലേ. അപ്പോൾ എല്ലാവരുടെ വീട്ടുമുറ്റത്തുള്ളൊരു ഐറ്റമാണ് മാങ്ങ വെച്ചിട്ട് നമ്മൾ ഒത്തിരിയേറെ ഐറ്റംസുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി പുഡിംഗ് റെഡിയാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള മാങ്ങ കാരണം നമുക്ക് ഇനി എക്സ്ട്രാ ഇതിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കളറായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ ഞാനിത് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും നമ്മളിതിൽ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള യെല്ലോ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചില മാങ്ങയ്ക്ക് ഇങ്ങനെ അധികം കളറ് കിട്ടാറില്ല. അപ്പോൾ ഒരല്പം നമ്മൾ ഫുഡ് കളറ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം, അതിനോടൊപ്പം തന്നെ ഒരു 100 ഗ്രാം ചൈന ഗ്രാസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഗ്യാസൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചൈന ഗ്രാസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അഗർ പൗഡർ ഉണ്ട്, അത് മേടിച്ചിട്ട് ഇതേപോലെ ജെല്ലി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മാംഗോ ഫ്ലേവർ കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ജെല്ല് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരല്പം ഇതേപോലെ ഞാനൊരു അരിപ്പ വെച്ചിട്ട് നരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജെല്ലിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എനങ്ങാതെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു സോസ് പാനിലേക്ക് 1 ലിറ്റർ പാല്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമ്മുടെ ജെല്ല് റെഡിയായി വരും. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിതാ അപ്പുറത്തെ ചെറിയ അടുപ്പിലോട്ട് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാം ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റാക്കി നമ്മുടെ പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മെൽറ്റാവാനായിട്ട് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് നമ്മുടെ മാംഗോ പ്യൂരി അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അതാ ഞാൻ ചൂട് പാലൊഴിച്ചിട്ട് ഒട്ടും കട്ടില്ലാതെ ഒന്ന് കലക്കി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജെല്ല് നല്ലൊരു യെല്ലോ കളറായിരിക്കും. അപ്പം അതിനേക്കാട്ടി ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളർ നമുക്ക് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് ആവശ്യമാണ്. ഇതും കൂടെ നമുക്കിതിലേക്കങ്ങ്
ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് ഇത്ര മതി. ഇനി നമ്മുടെ ജെല്ല് എന്തായെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ സ്ക്വയർ രൂപത്തിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇതിലേക്കങ്ങ് നമ്മുടെ ആ ഒരു ജെല്ലൊക്കെ ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു ട്രയലിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ പുഡിംഗ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഞാനൊരു പ്ലേറ്റിലോട്ടൊന്ന് നമ്മളൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി ആയിട്ടാട്ടാ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും.